ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല വിശേഷങ്ങളിലേക്കാണ്. പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല സമർപ്പണത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. സർക്കാർ തല മുന്നൊരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് പൊങ്കാല സമർപ്പണത്തിനായി തലസ്ഥാന നഗരിയിൽ എത്തിയത്. തലസ്ഥാന നഗരിയിൽ നിന്നും ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാൻ ആനസയുണ്ട് ആ റിപ്പോർട്ടിലേക്ക്. ആറ്റുകാൽ പൊങ്കാല സമർപ്പണത്തിനായി ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാവിധ ഒരുക്കങ്ങളും തന്നെ പൂർത്തിയായിട്ടുണ്ട്. നഗരസഭയുടെ ഭാഗത്ത് നിന്നാണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നായാലും ഈ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയതായി മന്ത്രിമാരും നേരത്തെ തന്നെ നമ്മളോട് പങ്കുവച്ചതാണ്. ഇനി ഈ ഭക്തജനങ്ങളോട് പറയാനുള്ള നിർദ്ദേശങ്ങളാണ്. ഇത്തരത്തിൽ പൊങ്കാല സമർപ്പണത്തിനായി എത്തുന്നവർ കാലാവസ്ഥ ചൂടാണ്, അതുകൊണ്ട് ഇടയ്ക്കിടെ വെള്ളം കുടിക്കണം, അതോടൊപ്പം തന്നെ വെള്ളം കയ്യിൽ കരുതണം. മാത്രമല്ല വിവിധ ഭാഗങ്ങളിൽ ഈ പൊങ്കാല സമർപ്പണത്തിനായി എത്തുന്നവർക്ക് കുടിവെള്ള വിതരണം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഈ ആവശ്യമുള്ളവർ അവിടെ വെള്ളം വാങ്ങിക്കാൻ വേണ്ടി എത്തിച്ചേരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ നിർദ്ദേശമായി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഈ ക്ഷേത്ര പരിസരത്ത് ഇന്ന് രാത്രി വരുന്നവരോടാണ്. ഇത്തരത്തിൽ മോഷണ ശ്രമങ്ങളൊക്കെയും തന്നെ രാത്രികാലങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികളും മുതിർന്നവരും അടക്കമുള്ള ഭക്തജനങ്ങളാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് അവരുടെ സുരക്ഷിതത്വം അവരവർ തന്നെ ഏറ്റെടുക്കണമെന്ന കാര്യങ്ങളാണ് മറ്റൊരു നിർദ്ദേശമായി ഉള്ളത്. ഇത്തരത്തിൽ ഈ മോഷണ ശ്രമങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ ഈ സ്വർണ്ണമാല അതോടൊപ്പം തന്നെ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെയും ധരിക്കുമ്പോൾ അത് സേഫ്റ്റി പിൻ ഉപയോഗിച്ച് സുരക്ഷിതമാക്കുന്ന വിധത്തിൽ ധരിക്കണം എന്ന നിർദ്ദേശങ്ങളൊക്കെയും തന്നെ ഇടയ്ക്കിടെ അനൗൺസ്മെൻ്റായി ഇവിടെ ക്ഷേത്രത്തിൽ വിളിച്ചു പറയുന്നുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഭക്തജനങ്ങൾക്ക് ആവശ്യമായ ക്രമീകരണങ്ങളെക്കുറിച്ചാണ്. ഈ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ജില്ലാ മെഡിക്കൽ ടീം ഇവിടെ സജ്ജമാണ്. ഒരുപക്ഷെ ക്ഷീണമോ അതോടൊപ്പം തന്നെ മറ്റ് അപകട സാധ്യതകളൊക്കെയും തന്നെ ഉണ്ടാവുകയാണെങ്കിൽ അതിനായി ഈ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ടീമിനെ ജില്ലാ മെഡിക്കൽ ടീം സജ്ജമാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ആരോഗ്യവകുപ്പിൻ്റെത് ആയുഷ് മിഷൻ്റെ ഒക്കെയും തന്നെ ഈ സേവനങ്ങൾ ഉറപ്പാക്കിയിട്ടുണ്ട്. അഗ്നിരക്ഷാ സേന ഒപ്പം തന്നെ ഹരിതകർമ്മസേന, ഈ കോർപ്പറേഷൻ ജീവനക്കാർ, ഈ ശുചിത്വ മിഷൻ തുടങ്ങിയ എല്ലാവരും തന്നെ 10 ദിവസങ്ങളിലായി ഇവിടെ സജ്ജമാണ്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഭക്തജനങ്ങൾക്കായി ഒരുക്കിയ ഗതാഗത സജ്ജീകരണം. അതായത് KSRTCൻ്റെ അധിക സർവീസുകൾ ഉൾപ്പെടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഈ സർവീസുകൾ ഭക്തജനങ്ങൾക്ക് ഉപയോഗിക്കാം. ഈ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് വരേണ്ടവരാണെങ്കിൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനും അതോടൊപ്പം തന്നെ KSRTC ബസ് സ്റ്റാൻഡിലൊക്കെയും എത്തുന്നവർക്ക് ഈ അധിക സർവീസ് അത് ഉപയോഗപ്പെടുത്താം അമ്പലത്തിലേക്ക് വരാനായി. ശേഷം പൊങ്കാല സമർപ്പണത്തിന് ശേഷം റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് തിരിച്ചു പോകാനും KSRTC സ്റ്റാൻഡിലേക്ക് തിരിച്ചു പോകാനും ഈ KSRTC ബസ്സുകൾ ഉപയോഗിക്കാമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എവിടെ നിന്നാ ചേച്ചി വരുന്നത്? എറണാകുളം. എങ്ങനെ ഇപ്പോൾ അമ്മയെ കാണാൻ വേണ്ടി നിൽക്കുകയാണ്? എല്ലാ വർഷവും വരാറുണ്ടോ? 3 കൊല്ലായി. 3 വർഷമായി. ഇത്തവണ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ അമ്മയ്ക്ക്? നല്ല തിരക്കുണ്ട്. പൊതുവെ ആഗ്രഹ സാഫല്യത്തിനായി പ്രത്യേക വിഭവമൊക്കെ ഒരുക്കുന്നൊരു പൊങ്കാല ഇടാറുള്ളൂ, സാധാരണ രീതിയിൽ പൊങ്കാല ഇടുന്നത് അത്രേ ഉള്ളൂ. ഇവിടെ ക്ഷേത്ര പരിസരത്ത് തന്നെയാണോ പൊങ്കാല? അതെ, ഇവിടെ അടുത്തൊരു സ്ഥലം, ഒരു വീട്ടിൽ. ചേച്ചി എവിടെ നിന്ന് വരിക? ആലുവ. ഇങ്ങനെ എല്ലാ വർഷവും വരാറുണ്ടോ? പറ്റുന്ന വർഷം വരും. എവിടെന്നാ പൊങ്കാല ഇടുന്നത്? ഇവിടെ അടുത്ത് തന്നെയാണ്, നടന്നു പോകാവുന്ന ദൂരമുള്ളൂ. എങ്ങനെയാ എപ്പോഴാ എത്തിയത് ഇവിടെ? ഞങ്ങൾ വൈകിട്ട് 2 മണിക്ക്, ഉച്ചയ്ക്ക് 2 മണിയായി. എല്ലാ വർഷവും പൊങ്കാല ഇടാൻ? എല്ലാ വർഷവും വരാറുണ്ട്. അമ്മയെ കാണാനായി ക്യൂല് നിൽക്കുവാണ്. അതെ, എല്ലാ സന്തോഷവും മുഖത്തുണ്ട്. അതെ, ഇവിടെ വരെ എത്തിയല്ലോ, ഇനി എന്തായാലും തൊഴുതിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ എന്ന് അറിയാം. അതാണ് ഒരു സന്തോഷം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ രാത്രി 1 മണിക്കാണ് വന്ന് തൊഴുതത്. അത് നല്ല ഇടി കൊണ്ടിട്ടാണ് തൊഴുതത്. ഇന്നും കുറേ ഇടി കൊണ്ടു, എന്നാലും തൊഴുതിട്ട് പോകണുള്ളൂ. തീർച്ചയായും ഈ മുഖത്ത് നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും ആ ഒരു സന്തോഷം. അവർ കാത്തിരിക്കുന്ന നിമിഷത്തിലേക്ക് കടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാവിധ ഒരുക്കങ്ങളും അവരെവിടെയാണോ പൊങ്കാല ഇടുന്നത് അവിടെ ഏർപ്പാടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവർ ഈ പൊങ്കാല സമർപ്പണത്തിനായി കാത്തിരിക്കുകയാണ്. രാവിലെ 10:30 ഈ പണ്ടാര അടുപ്പിൽ തീ പകരുന്നതോടെ പൊങ്കാല സമർപ്പണ ചടങ്ങ് ആരംഭിക്കും. ശേഷം 1:15 നിവേദ്യ സമർപ്പണം. അതിനുശേഷവും ഇവർക്ക് പോകാനുള്ള സജ്ജീകരണങ്ങളൊക്കെയും KSRTC സർവീസിലൂടെ ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗതാഗത നിയന്ത്രണം നഗരത്തിൽ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പ്രത്യേക മുന്നറിയിപ്പ് നൽകിയതാണ്. കേരള പോലീസ് ഇതിൻ്റെ നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ അറിയിച്ചതാണ്. അതുകൊണ്ട് ആ രീതിയിൽ മാത്രമായിരിക്കണം സഞ്ചരിക്കേണ്ടത് എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്.